ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പ്രസക്തിയില്ലെന്ന് ശശി തരൂർ റിപ്പോർട്ടറിനോട് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ LDF നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ലോക്സഭയിലെ പ്രതിനിധികളുടെ എണ്ണത്തിലല്ല, പാർലമെന്റിൽ എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനമെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. തരൂരിന്റേത് അഹങ്കാരത്തിന്റെ ഭാഷയാണെന്ന് തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ പ്രതികരിച്ചു. പരാജയഭീതിയിൽ ശശി തരൂർ പിച്ചും പേയും പറയുകയാണെന്നായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെയും കടകംപള്ളി സുരേന്ദ്രന്റെയും പരിഹാസം. പ്രതികരണങ്ങൾക്കാണ്. പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും അവരുടേതായ ബേസ് ഉണ്ട്, അവരുടേതായ സ്പോട്ട് ഉണ്ട്. അദ്ദേഹം സംസാരിച്ച അഹങ്കാരത്തിന്റെ ശബ്ദമാണ്. ഇടതുപക്ഷത്തിൻ്റെ 20 പാർലമെൻറ്റ് മെമ്പർമാർ കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയാൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള ചലനം വളരെ വലുതായിരിക്കും. അത് തരൂരിന് നന്നായിട്ടറിയാം. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരം വില കുറഞ്ഞ എന്ന് തന്നെ പറയാം ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് ഇതിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം പരാജയ ഭീതി കൊണ്ട് എന്തൊക്കെയോ അദ്ദേഹം വിളിച്ചു പറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും സ്വീകരണത്തിൽ ചെല്ലുന്ന അവസരത്തിൽ ശശി തരൂരിന്റെ പ്രവർത്തകർ തന്നെ കൂവി വിളിക്കുകയാണ്. അഭിവാദ്യങ്ങൾ വിളിക്കുന്നതിന് പകരം കൂവി വിളിയോടുകൂടി സ്വീകരണം കിട്ടിയ ഏക സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശശി തരൂർ മാത്രമാണ്. It is not the numbers. Even one MP can make a difference if he fights inside parliament. അലമീൻ നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. അലമീൻ, ഡോക്ടർ ശശി തരൂർ നമ്മളോട് നടത്തിയ പ്രതികരണമാണ്. അതിന് ഇപ്പോൾ ശക്തമായ മറുപടി കൊടുക്കുകയാണ്. പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത് കുറച്ചുകൂടി വോട്ടർമാരെ ആ രീതിയിൽ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പ്രതികരണമാണ്. കാരണം മറ്റു രണ്ടുപേരും കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിലെ അവരുടെ സ്വത്ത് വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞത് ശരിയല്ലേ എന്ന ആളുകൾ ചിന്തിക്കുന്ന ഒരു ഘട്ടം പോലും എത്തും. ഇനി 10 ദിവസമേ ബാക്കിയുള്ളൂ. ഈ പ്രതികരണം ശശി തരൂരിനെ പൊല്ലാപ്പിലാക്കുകയാണോ ഇപ്പോൾ ഈ ഇടത് നേതാക്കളുടെ പ്രതികരണം കൂടി വെച്ച് നോക്കുമ്പോൾ? സുജയ്, കഴിഞ്ഞ ദിവസമാണ് ശശി തരൂർ നമ്മളോട് സംസാരിക്കുമ്പോൾ അത്തരമൊരു പ്രസ്താവന നടത്തിയത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് എന്ത് പ്രസക്തി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. എന്ന് മാത്രമല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം ആകെ 18 സീറ്റിൽ മത്സരിക്കുന്നു. അത് തന്നെ എല്ലാം വിജയിക്കാനും പോകുന്നില്ല. 2-3 അംഗങ്ങളുമായി പാർലമെന്റിൽ പോയാൽ 2 മിനിറ്റ് പോലും സംസാരിക്കാനാവില്ല. ഒരു ഇമ്പാക്റ്റും ഒരു ചർച്ചകളെ സ്വാധീനിക്കാനും അവർക്കാവില്ല എന്നുള്ളതായിരുന്നു തരൂരിന്റെ പ്രസ്താവന. ഇതിനെതിരെ ഇതാണ് ഇപ്പോൾ ഇടതു നേതാക്കളെ ഒന്നാകെ ചൊടിപ്പിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ തരൂരിനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ട് ഇടതു നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൽ പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറയുന്നത് അംഗങ്ങളുടെ എണ്ണത്തിലല്ല കാര്യം, എങ്ങനെ സഭയ്ക്കകത്ത് ലോക്സഭയ്ക്കകത്തും പാർലമെന്റിലും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. 52 അംഗങ്ങളുണ്ടായിട്ട് കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? അതിനേക്കാൾ ഒരംഗമുണ്ടെങ്കിൽ പോലും നിലപാട് സ്വീകരിക്കാനാവുമെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനമെന്നുള്ള ഒരു മറുപടിയാണ് പ്രകാശ് കാരാട്ട് നടത്തിയിരിക്കുന്നത്. പന്ന്യൻ രവീന്ദ്രൻ കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിൽ, സാധാരണഗതിയിൽ പന്ന്യൻ ഉപയോഗിക്കുന്ന രീതിയിൽ നിന്നുള്ള ഒരു വിമർശനമല്ല അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കുറച്ച് കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് പന്ന്യൻ രവീന്ദ്രൻ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ശശി തരൂരിൻ്റെത് അഹങ്കാരത്തിന്റെ ശബ്ദമാണ്, ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ശബ്ദമാണ്. തരൂരിനെ പോലൊരു പ്രമാണി ജനങ്ങളെ വെല്ലുവിളിച്ചാൽ അതിന് ജനങ്ങൾ മറുപടി പറയുമെന്നാണ് പന്ന്യൻ പറയുന്നത്. എന്ന് മാത്രമല്ല, CPIക്കും CPM-നും പ്രസക്തിയില്ല എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് തന്റെ സ്ഥാനാർത്ഥിത്വയും തരൂർ ചോദ്യം ചെയ്യുകയാണ്. താൻ ആളുകൾക്കൊപ്പം ജീവിക്കുന്ന ഒരാളാണ്, ആളുകൾ തനിക്കൊപ്പമുണ്ട്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നത് കൊണ്ട് തരൂരിന് തന്നോട് പുച്ഛമായിരിക്കാം. അവരൊക്കെ വലിയ കോടീശ്വരന്മാരല്ലേ, കോടീശ്വരന്മാർക്കിടയിൽ സാധാരണക്കാരനായ എനിക്കെന്ത് പ്രസക്തി എന്നൊരു ചോദ്യമായിരിക്കാം തരൂർ ഉന്നയിക്കുന്നത്. അതിന് ജനങ്ങൾ മറുപടി പറയുമെന്ന് കൂടി പന്ന്യൻ കുറച്ച് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ CPM-ന്റെ നേതാക്കളും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് തരൂരിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. മന്ത്രി V ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനുമൊക്കെ തരൂരിന് പരാജയഭീതി പൂണ്ടിരിക്കുന്നു, അതുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, പിച്ചുമ്പയും പറയുന്നു എന്ന അടക്കമുള്ളൊരു പ്രതികരണമാണ് അവർ നടത്തിയിരിക്കുന്നത്. ഏതായിരുന്നാലും തരൂരിന്റെ പ്രസ്താവന ഇടത് നേതാക്കളെ ഒന്നാകെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് ശശി തരൂർ നടത്തിയൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമില്ല, UDF-ഉം BJP-യും നേരിട്ടുള്ള മത്സരമാണ്, അതായത് ഇടതുമുന്നണി ചിത്രത്തിലില്ല എന്നൊരു പ്രസ്താവന നേരത്തെ തരൂർ നടത്തിയിരുന്നു. ഇതും ഇടത് നേതാക്കളെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരമൊരു പ്രസ്താവന തരൂർ നടത്തുമ്പോൾ അത് തിരുവനന്തപുരത്തെ ന്യൂനപക്ഷ വോട്ടുകൾ ലാക്കാക്കിയുള്ള പ്രതികരണമായിട്ടാണ് നേതാക്കൾ കാണുന്നത്. തരൂരിന്റെ ഇത്തരമൊരു പ്രസ്താവന വന്നതിന് പിന്നാലെ തിരുവനന്തപുരത്തെ മന്ത്രിമാരായ GR അനിലും ശിവൻകുട്ടിയും MLA ആന്റണി രാജുവും വാർത്താസമ്മേളനം വിളിച്ച് പലപ്പോഴായി തരൂരിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തരൂരും രൂക്ഷമായ ഭാഷയിൽ അവർ മറുപടി പറഞ്ഞത്. അതിനെതിരെ വലിയ ആരോപണങ്ങളുമായി നേതാക്കളും രംഗത്തിറങ്ങിയിരിക്കുന്നു. ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ ദേശീയ നേതാക്കൾ കൂടി ചുവടുറപ്പിക്കുന്നതോടെ തിരുവനന്തപുരത്ത് ശക്തമായ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്ത് വാക്പോരും ആരോപണ പ്രത്യാരോപണങ്ങളും കൊണ്ട് പ്രചരണരംഗം കൂടുതൽ കനക്കുമെന്നുറപ്പാണ്. സുജയ. ഓക്കെ, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. ശശി തരൂരിന്റെ പ്രസ്താവനയ്ക്കെതിരെ LDF നേതാക്കൾ ഒന്നടങ്കം രംഗത്ത് വരുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക്